Hi all, this is Meera. Welcome back to High School Maths. ഇന്നത്തെ വീഡിയോയിൽ 20 മാത്സ് മെറ്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 4/2019 ഫോറസ്റ്റർ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 8 into 7 minus 6 plus 4 divided by 10. Option A 4, option B 5.4, option C 2.4, option D minus 2.4. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഡ്മാസ് റൂളാണ്. ബോഡ്മാസ് റൂളിൽ ഫസ്റ്റ് പ്രയോറിറ്റി ബ്രാക്കറ്റിനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ 7 - 6 + 4 ഉണ്ട്. അപ്പോൾ അതാണ് ആദ്യം പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം ആദ്യം അഡിഷൻ, അതിനുശേഷം സബ്ട്രാക്ഷൻ. അപ്പം നമ്മൾ ഓർക്കുക ഈ അഡിഷനും സബ്ട്രാക്ഷനും ഒരേ പ്രയോറിറ്റിയാണ്. ഇവിടെ ഇപ്പം 7 നിന്ന് 6 മൈനസ് ചെയ്താൽ 1 വരും. 1 + 4, 4 + 1 5 ആണ്. ഇത് തന്നെ ഇതാണ് പോസിറ്റീവ് നമ്പർ, ഇത് മറ്റൊരു പോസിറ്റീവ് നമ്പർ. 7 + 4 എന്ത് വരും? 11 വരും. 11 നിന്ന് 6 മൈനസ് ചെയ്താലും 5 ആണ് ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിലെ ആൻസർ 5 എന്ന് കിട്ടി. ഇവിടെ 8 × 5 ഡിവൈഡഡ് ബൈ 10. അതായത് ഇതെന്താണ്? 8 × 5/10. അപ്പോൾ വെച്ച് 5 × 2 ആണ് 10, 2 × 4 ആണ് 8, 4. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് 4. അപ്പം ബോഡ്മാസ് റൂൾ അല്ലെങ്കിൽ PMDAS റൂൾ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, ഡൗട്ട് ഉള്ളവർക്ക് കാണാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, x% of 320 minus 10% of 280 is equal to 10% of 360. Then x is. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ തന്നിരിക്കുകയാണ്. അതിൽ നിന്ന് ഈ എക്സിന്റെ വാല്യൂ കണ്ടെത്താനാണ് പറയുന്നത്. ഓപ്ഷൻ എ 50, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 64, ഓപ്ഷൻ ഡി 10. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് പേഴ്സൻ്റ് ഈസി ആയിട്ട് കണ്ടെത്താൻ അറിയാമെങ്കിൽ, അതായത് ഇവിടെ നോക്കാം 320ന്റെ x% നിന്ന് 280ന്റെ 10% മൈനസ് ചെയ്യുമ്പോൾ 360ന്റെ 10%ആണ്. ഇവിടെ നോക്കുക 280 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% അറിയാം. ഇതിന്റെ 10% കാണാൻ വേണ്ടി എന്താണ്? ഒരു 0 മാത്രം കട്ട് ചെയ്താൽ മതി. അതായത് ഈ എൻഡിലുള്ള നമ്പർ ഏതാണോ അത് കട്ട് ചെയ്യുക, അല്ല അവിടെ പോയിന്റ് ഇടുക. അങ്ങനെയാണ് 10% കാണുക. അപ്പം 280ന്റെ 10% എന്ന് പറയുന്നത് 28 ആണ്. അപ്പൊ ഇതിന് പകരം എന്താണ്? ഇവിടെ 28 വന്നു. ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 360ന്റെ 10%. 360 എന്ന് പറയുന്നത് 100% ആണെങ്കിൽ ഇതിന്റെ 10% എന്ന് പറയുന്നത് എന്താണ്? 36 ആണ്. അപ്പൊ ഇവിടെ 36 വന്നു. അപ്പൊ ഇവിടെ വരുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ -28 ഇങ്ങോട്ട് വരുമ്പോൾ ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അഡീഷൻ ആകും. 36 + 28 വരും. എത്ര വരും? 64. അപ്പൊ ഇവിടെ വരേണ്ട നമ്പർ 64 ആണ്. ഇനി നോക്കൂ, ഇവിടുത്തെ തന്നിരിക്കുന്ന നമ്പർ 320ന്റെ x%. 320 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആണ്. ഇതിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32. ഇതിന് 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10% 32 ആണെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ 10 + 10 അല്ലേ 20. 32 + 32 വരും. അത് എത്ര വരും? 64. അപ്പൊ ഇവിടെ 64 വരണമെങ്കിൽ 320ന്റെ 20% ആയിരിക്കണം. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റണം 280ന്റെ 10% എന്ന് പറയുമ്പോൾ ഇവിടെ 28 ആണ് വരിക. 360ന്റെ 10% എന്ന് പറഞ്ഞാൽ 36. അപ്പോൾ ഇവിടെ വരേണ്ട നമ്പർ ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 64 ആണ്. 64 പറഞ്ഞിട്ടില്ല, 320 എന്നൊരു നമ്പർ. ഇതിന്റെ 10% 32 ആണ്. അപ്പോൾ 20% ആയിരിക്കുമല്ലോ 64. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് കണ്ടെത്താം. ഇനി ചിലർക്ക് ഈ മെത്തേഡ് ഇത്തിരി കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോർമലി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 320ന്റെ x% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് വരും? 320 × x/100 മൈനസ് 280ന്റെ 10%. അപ്പം 280 × 10/100 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 360ന്റെ 10%. 360 × 10/100. ഈ 3 ടേമിൽ ഇതാണ് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. ഇതാണ് നമുക്ക് ഈക്വലിന് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. ഈ 3 ടേമിൽ വഴി 100 ഞാൻ കട്ട് ചെയ്തു. ഇനി നോക്കുക 320 × x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 320 x വന്നു. മൈനസ് 250 × 10 എന്ന് പറഞ്ഞാൽ 2800 വന്നു. ഇവിടെ എന്തുണ്ട്? 3600. ഇതിൽ നിന്ന് 320 x എന്ന് പറയുന്നത് എന്ത് വരും? 3600 + 2800. അതായത് ഇവിടെ നെഗറ്റീവ് ആണ്. -2800 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആകും. ഇവിടെ വെച്ച് 0046 6400. ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി x = ഇവിടെ 6400 ഉണ്ട്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ വരുമ്പോൾ അത് ഡിവിഷൻ ആകും. 0 0 ക്യാൻസൽ ആയി. 32 × 2 ആണ് 64. അതുകൊണ്ട് 32 × 20 ആണ് 640. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 20% കിട്ടി. അപ്പോൾ ഇതാണ് അതിന്റെ യൂഷ്വൽ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഇത്രയും സമയം കളയാതെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താം. തേർഡ് ക്വസ്റ്റ്യൻ,
The average age of 5 teachers in a school is 30. If the age of the principal is added, the average increases by 3. What is the age of the principal? Option A 33, option B 38, option C 48, option D 43. ഇവിടെ ശരാശരി ആവറേജിന്റെ കേസാണ് പറയുന്നത്. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ബൈ നമ്പർ ആണ്. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് 5 ടീച്ചേഴ്സിന്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 30 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ആവറേജ് ശരാശരി കൊണ്ട് എണ്ണവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ 5 പേരുടെ ടോട്ടൽ വയസ്സ്, ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താം? ഇവിടെ ടോട്ടൽ കണ്ടെത്താൻ വേണ്ടി ആവറേജ് ഇൻറ്റു നമ്പർ ചെയ്താൽ പോരെ. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 × 5 വരും, 5 × 3 15 1 150. 5 ടീച്ചേഴ്സിന്റെ ടോട്ടൽ വയസ്സ്, ആകെ വയസ്സെന്ന് പറയുന്നത് 150 ആണ്. ഇനി സെക്കൻഡ് സെന്റൻസിൽ പറഞ്ഞു ഇഫ് ദ ഏജ് ഓഫ് ദ പ്രിൻസിപ്പൽ ഈസ് ആഡഡ്, അതായത് ഇവിടെ ഒരാളുടെ കൂടെ വയസ്സ് ആഡ് ചെയ്തു. 5 + 1 ടോട്ടൽ 6 പേരായി. അപ്പോഴത്തേക്ക് ഇവിടെ ആവറേജിന് സംഭവിച്ച വ്യത്യാസം എന്താണ്? ഇൻക്രീസസ് ബൈ 3. ഇവിടെ +3 ആയി. 30 + 3 33 ആയി. അപ്പൊ ഇവിടെ ആ പ്രിൻസിപ്പളോട് ചേർന്നപ്പോൾ ഇവരുടെ വയസ്സ് ടോട്ടൽ എത്രയാണെന്ന് അറിയാം? 33 × 6 ചെയ്താൽ പോരെ. 6 × 3 18 ആണ്. റിമൈൻഡർ 1 ഉണ്ട്. 6 × 3 18 + 1 19 198. ഇനി ഇതിനകത്ത് പ്രിൻസിപ്പലിന്റെ വയസ്സ് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 198 നിന്ന് 150 മൈനസ് ചെയ്താൽ മതി. ഇവിടെ എക്സ്ട്രാ കൂടിയിരിക്കുന്നത് ഇവിടെ ആഡ് ചെയ്യപ്പെട്ട ആ പ്രിൻസിപ്പലിന്റെ ഏജ് ആണ്. ഇവിടെ എത്ര വരും? 8, ഇവിടെ 4, 48. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇവിടെ ഇപ്പോൾ 6 പേരുടെ കേസ് ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു മെത്തേഡിലൂടെ കണ്ടെത്താം. ഇവിടെ ടോട്ടൽ 1 2 3 4 5. ആദ്യം 5 പേരായിരുന്നു. അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 30 വെച്ചാണ്. ഇവരുടെ ഓരോരുത്തരുടെ ആവറേജ് ഏജ് വരുന്നത് 30 വെച്ച്. ഇനി ഒരാളും കൂടി വന്നു, 6ാമത് ഒരാൾ വന്നു, അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ. അപ്പോൾ ഇവിടുത്തെ ഏജ് എന്തായി മാറി? ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 33 ആയി. 30ന്റെ കൂടെ ഇവിടെ +3, ഇവിടെയും +3 +3 3 3. ഇനി എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ നോക്കാം, 3 6 9 12 15. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പം 15 വന്നു. 15 + 3 18 വന്നു. 18 + 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 48 വരും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് 48. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a certain code, sister is written as QGQVGT. How will you write mother in that code? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഈ കോഡ് എങ്ങനെയാണ്, ഇതിന്റെ റിലേഷൻ എന്താണെന്ന് നോക്കണം. അതിനുശേഷം ഇതിനെ കോഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ A തൊട്ട് Z വരെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എസിന്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് Q ആണ്. അപ്പോൾ എസിന് മുന്നിലായിട്ട് Q 1 2. അപ്പോൾ ഇവിടെ ഞാൻ -2 എഴുതി. മുന്നോട്ട് രണ്ടാമത്തെ ലെറ്റർ ആണ്. ഐക്ക് വന്നിരിക്കുന്നത് G. ഐ ഇതാണ് 1 2 -2 തന്നെ. എസിന്റെ സ്ഥാനത്ത് Q ആണ്. അപ്പം നമുക്കത് -2 ആണ്. ഇനി ടിയുടെ കേസ് വന്നിരിക്കുന്നത് V ആണ്. അപ്പം ടി കഴിഞ്ഞിട്ടാണ് V 1 2. അപ്പം +2 ഞാൻ ഇട്ടു. ഈ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തത് G ആണ്, +2 ഇട്ടു. 6 കഴിഞ്ഞ് വന്നിരിക്കുന്നത് S കഴിഞ്ഞിട്ട് T ആണ്. അപ്പം +2. അപ്പം നമുക്ക് ഇതിന്റെ റിലേഷൻ മനസ്സിലായി. ഇനി നമുക്ക് മദർ കോഡ് ചെയ്യണം. അപ്പം ആദ്യത്തെ 3 ലെറ്ററും അവസാനത്തെ 3 2 രീതിയിലാണ്. അപ്പം നമുക്ക് നോക്കാം. എമ്മിന്റെ കേസ് നോക്കുവാണെങ്കിൽ എമ്മിന് മുന്നിലായിട്ട് 1 2 K വരും. ഓയുടെ കേസ് നോക്കുവാണെങ്കിൽ N കഴിഞ്ഞിട്ട് M വരും. ടിയുടെ കേസിൽ എന്ത് വരും? ടി കഴിഞ്ഞിട്ട് S എസിന് മുമ്പിലായിട്ട് R വന്നു. ഇനി നോക്കുക, ഇനി നമുക്കിത് കോഡ് ചെയ്തില്ലെങ്കിൽ ആൻസർ ചെയ്യാം. എന്തുകൊണ്ടാണ്? ഇവിടെയും ലാസ്റ്റ് കിടക്കുന്നത് ER ആണ്. അപ്പോൾ ERന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും വരിക? ഇവിടെ Gയും Tയും. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താവുന്നതേ ഉള്ളൂ. നമുക്ക് Hോടെ നോക്കാം. H കഴിഞ്ഞിട്ട് I കഴിഞ്ഞിട്ട് J വരും. ഇവിടുത്തെ ആൻസർ എന്താണ്? KMR JGT. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവിടെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴും കറക്റ്റ് ആകാൻ ശ്രദ്ധിക്കുക. 5th ക്വസ്റ്റ്യൻ. പ്ലസ് മീൻസ് ഡിവിഷൻ, ഡിവിഷൻ മീൻസ് ഇൻറ്റു മീൻസ് സബ്ട്രാക്ഷൻ, സബ്ട്രാക്ഷൻ മീൻസ് മൈനസ് മീൻസ് പ്ലസ്. ദെൻ 60 + 5 divided by 8 into 2 - 7. ഓപ്ഷൻ എ 101, ഓപ്ഷൻ ബി 79, ഓപ്ഷൻ സി 87, ഓപ്ഷൻ ഡി 100. അപ്പോൾ ഇവിടെ നമ്മൾ ബോർഡ് മാസ് റൂൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സിമ്പൽ എല്ലാം ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലസിന് പകരമായിട്ട് ഡിവിഷൻ, ഡിവിഷന് പകരമായിട്ട് ഇൻറ്റുവിന് പകരമായിട്ട് മൈനസിന് പകരമായിട്ട് പ്ലസ് വന്നു. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഡിവിഷൻ ആണ്. 60 / 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 12 × 5 ആണ് 60, കൊണ്ട് 12 വന്നു. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് 12 × 8. 12 × 8 96 ആണ്. അടുത്ത് നമുക്ക് അഡിഷൻ ചെയ്യാം. 96 + 7. 96 + 7 എന്ന് പറഞ്ഞാൽ 103 വന്നു. ഇനി 103ൽ നിന്ന് ഇനി നമുക്ക് സബ്ട്രാക്ഷൻ ആണത് -2 101 വന്നു. 101 ആണ് ആൻസർ. ഓപ്ഷൻ എ. ആറാമത്തെ ക്വസ്റ്റ്യൻ. HALL അതിന് കറസ്പോണ്ടിങ് ആയിട്ട് HBNO കൊടുത്തിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ HOME ഹോമിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരുമെന്നാണ് കണ്ടെത്തുന്നത്.
4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് എച്ചിന് പകരമായിട്ട് എച്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ വേറെ ചേഞ്ച് ഒന്നുമില്ല, 0 കൊടുക്കാം. നമുക്ക് എ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ ആണ് കൊടുത്തിരുന്നത് ബി. അപ്പോൾ ഞാനിവിടെ 1 കൊടുത്തു. ഇനി എൽ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് എന്താണ്? എൻ ആണ്. എൽ കഴിഞ്ഞിട്ട് 1 2 രണ്ടാമത്തെ ലെറ്റർ ആണ്. ഇനി അടുത്തത് എല്ലിന് ശേഷം വന്നിരിക്കുന്നത് ഒ ആണ്. അപ്പോൾ എല്ല് കഴിഞ്ഞിട്ട് 1 2 3 മൂന്നാമത്തെ ലെറ്റർ. അപ്പോൾ 0 1 2 3 ഇതുപോലെ നമുക്ക് ഫോളോ ചെയ്യാം. എച്ച് ഒ എമ്മിയുടെ കേസ് നോക്കുകയാണെങ്കിൽ എച്ചിൻ്റെ സ്ഥാനത്ത് എച്ച് തന്നെ വന്നു. ഒയുടെ സ്ഥാനത്ത് എന്ത് വരും? ഒ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ പി വന്നു. എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? എം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ വരും, ഒ വരും. ഈ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെറ്റർ ആണ് വരേണ്ടത്. ഈ കഴിഞ്ഞിട്ട് 1 2 3 എച്ച് വരും. അപ്പോൾ ഹോമിന് പകരമായിട്ട് എച്ച് പി ഒ എച്ച്. അപ്പോൾ ആൻസർ വരുന്നത് എച്ച് പി ഒ എച്ച്, ഓപ്ഷൻ ബി. 7th question. 5.8 into 5.8 minus 3.2 into 3.2 divided by 5.8 minus 3.2 is equal to. Option A 8, option B 2.6, option C 9, option D 27.54. ഇവിടെ നോക്കുക, ഇവിടെ നോർമലി നമുക്ക് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിൽ നിന്ന് ഇതിൻ്റെ വാല്യൂ മൈനസ് ചെയ്തു, അതേ ഡിവൈഡ് ബൈ ഇതിൻ്റെ വാല്യൂ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടെത്തുന്നതായിരിക്കും ഈസി. ഇവിടെ ഞാൻ ഈ ക്വസ്റ്റ്യനെ റീറൈറ്റ് എഴുതിയിരിക്കുകയാണ്. 5.8 ദ ഹോൾ സ്ക്വയർ. ഇത് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? 5.8 ഇൻറ്റു 5.8 മൈനസ് 3.2 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 3.2 ഇൻറ്റു 3.2 ഡിവൈഡഡ് ബൈ 5.8 മൈനസ് 3.2. അപ്പോൾ ഇവിടെ 5.8ന് ഞാൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എ സ്ക്വയർ എന്ന് വരും, മൈനസ് 3.2 3.2 എന്നുള്ളത് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ 5.8 ആണ് എ മൈനസ് 3.2 ബി എന്ന് വരും. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ മൈനസ് ബി. ഇവിടെ നോക്കുക, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ മൈനസ് ബിയുടെ വാല്യൂ എന്താണ്? എ പ്ലസ് ബി ആണ്. ഇവിടുത്തെ എ എന്ന് പറയുന്നത് 5.8 ആണ്, പ്ലസ് ബി എന്ന് പറയുന്നത് 3.2 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 8 പ്ലസ് 2 10 വന്നു, പോയിന്റ് റിമൈൻഡർ ഇവിടെ ഉണ്ട് 1 കൊടുത്തു. 5 പ്ലസ് 3 8 ആണ്, 8 പ്ലസ് 1 9 വന്നു. ഇവിടുത്തെ ആൻസർ 9 ആണ്. 9 ഓപ്ഷൻ സി. 8th question. If the cost price of 60 tables is equal to the selling price of 75 tables, then there will be option A profit 20%, option B profit 25%, option C loss 25%, option D loss 20%. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് 60 ടേബിളുകളുടെ മേശകളുടെ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 75 ടേബിളുകളുടെ സെല്ലിംഗ് പ്രൈസിനോട്, വിറ്റ വിലയോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ആണോ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്, അത് എത്ര %? അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് 60 ടേബിൾസ്, 60 മേശകളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 75 ടേബിൾസ്, 75 മേശകളുടെ സെല്ലിംഗ് പ്രൈസ് വിറ്റ് വിലയോട് ഈക്വൽ ആണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ എസ് പി ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഇവിടെ സി പി ഉണ്ട്, സി പി ബൈ എസ് പി എന്ന് കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് വരും ഈക്വൽ ടു ഇവിടെ 75 ഉണ്ട്, ഇവിടുന്ന് ഇൻറ്റു 60 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡിവൈഡ് ബൈ 60 ആയി. ഇനി 75നെ 60 നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാം. ഇവിടെ വെച്ച് 5 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ എന്ത് വരും? 12 ഇൻറ്റു 5 ആണ് 60, 15 ഇൻറ്റു 5 ആണ് 75. ഇനി അഗെയിൻ ഞാൻ 3 കൊണ്ട് കട്ട് ചെയ്യുവാണെങ്കിൽ 4 ഇൻറ്റു 3 ആണ് 12, 5 ഇൻറ്റു 3 ആണ് 15. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 5/4. അതായത് കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 5ഉം സെല്ലിംഗ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് 4ഉം കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ വില, സെല്ലിംഗ് പ്രൈസ് വിറ്റ വില. 5 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം ഞാൻ 4 രൂപയ്ക്ക് വിറ്റു, എനിക്ക് നഷ്ടമല്ലേ ഉണ്ടായത്? 5 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്, 4 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ലോസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടെ കണ്ടെത്തേണ്ടത്, അപ്പോൾ നഷ്ടമാണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലായി. ഇനി അത് എത്ര %? അപ്പോൾ ലോസ് % ആണ് കണ്ടെത്തേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ ലോസ് ബൈ CP ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇവിടെ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 രൂപയ്ക്ക് വാങ്ങിയ സാധനം 4 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന നഷ്ടം എത്രയാണ്? 5 - 4 1 ഇനി ഡിവൈഡ് ബൈ CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്, കോസ്റ്റ് പ്രൈസ് 5 ആണ്, ഇൻറ്റു 100. 100നെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 20 വന്നു, 20%. അപ്പം ലോസ് നഷ്ടം 20% ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. 9th ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്, അതായത് കൂട്ടത്തിൽ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 33, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 23, ഓപ്ഷൻ ഡി 43. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് അത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നുള്ളതായിരിക്കും മിക്കപ്പോഴും ചോദിക്കുക. അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്. അതിൻ്റെ റീസൺ
1 ഇൻറ്റു 2, 3ന്റെ കേസിൽ 1 ഇൻറ്റു 3, ആ നമ്പറും 1ഉം മാത്രമാണ് അതിന്റെ ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കാം 33, 13, 23, 43. ഇതിലേതാണ് പ്രൈം നമ്പർ, ഏതൊക്കെയാണ് പ്രൈം നമ്പർ, ഏതൊക്കെയാണ് പ്രൈം നമ്പർ അല്ലാത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ഇവൻ നമ്പേഴ്സ് അല്ല, ഇരട്ട സംഖ്യകളല്ലാത്തതുകൊണ്ട് 2 അതിൻ്റെ ഒരു ഫാക്ടർ അല്ലെന്ന് പറയാം. അടുത്ത് നമ്മൾ 3ന്റെ ഡിവിസിബിലിറ്റി ചെക്കാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3 + 3 6 വന്നു, 3 + 1 4, 3 + 2 5, 4 + 3 7. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ കിട്ടിയിരിക്കുന്ന നമ്പറിൽ ഏതാണ് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരിക. 6 വരത്തില്ലേ, 3 ഇൻറ്റു 2 ആണ് 6. അപ്പം നമുക്ക് പറയാൻ പറ്റും 33ന്റെ ഒരു ഫാക്ടറാണ് 3. അതായത് 33ന്റെ കേസിൽ 1 ഇൻറ്റു 33, ഇതല്ലാതെ 11 ഇൻറ്റു 3 എന്നൊരു കേസുകളുണ്ട്. അപ്പം 1, 33, 11, 3 ഇവയെല്ലാം ഇതിന്റെ ഫാക്ടേഴ്സ് ആണ്. ബാക്കി എല്ലാ കേസസിലും ആ നമ്പറും 1ഉം മാത്രമാണ് ഫാക്ടേഴ്സ്. അവയെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഓഡ് വൺ ഔട്ട് ഏതാണ്? ഓപ്ഷൻ എ ആണ് 33. 10th question. Ramu invested an amount of rupees 3,450 at 8% simple interest per annum. After how many years will he obtain an amount of rupees 4,830? Option A 3 years, option B 2 years, option C 6 years, option D 5 years. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3,450 രൂപ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 4,830 രൂപയായി മാറി. അതായത് ഈ എമൗണ്ടിന്റെ കൂടി ഇതിന്റെ പലിശയും കൂടി ചേർന്ന് 4,830 രൂപയായി. 8% സിമ്പിൾ ഇൻട്രസ്റ്റ്. പെർ ആനുവലി ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് വാർഷികമായിട്ടാണ് പലിശ കണക്കാക്കുന്നത്. ഇനി ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷം കൊണ്ടാണ് ഈ രൂപ ഇത്രയുമായി മാറിയത്. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? 4,830 നിന്ന് 3,450 മൈനസ് ചെയ്താൽ മതി. ഇവിടെ 0 വന്നു, 13 5 മൈനസ് ചെയ്താൽ 8 ആണ്. ഇവിടെ 7 നിന്ന് 4 മൈനസ് ചെയ്താൽ 3 വന്നു, 1 വന്നു. 1,380 രൂപ. അതായത് ഈ 3,450ന്റെ കൂടെ 1,380 ആഡ് ചെയ്യുമ്പോഴാണ് 4,830 കിട്ടുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ്, ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് ഭാഗത്ത് കിട്ടിയിരിക്കുന്ന എമൗണ്ട്. ഇനി PNR = I. ഇത് നമുക്കറിയാം, ഇക്വേഷൻ ഇതാണ്. ഇവിടെ P എത്രയാണ്? 3,450 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് അറിയാത്തത്, അതിന് ഞാൻ എണ്ണെന്ന് കൊടുത്തു. ഇനി റേറ്റ് ഇവിടെ 8% എന്ന് പറഞ്ഞിട്ടുണ്ട്, 8/100. ഇത് എത്രയാണ്? I എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ കണ്ടെത്തി 1,380. ഇവിടെ ഞാൻ 0 0 ക്യാൻസൽ ചെയ്തു. ഇനി ഞാൻ ഈ 8ഉം 1,380 2 കൊണ്ട് കട്ട് ചെയ്യുവാണ്. 4 ഇൻറ്റു 2 ആണ് 8. ഇവിടെ എത്ര വരും? 6 ഇൻറ്റു 2 12 വന്നു, റിമൈൻഡർ 1 ഉണ്ട്, 18 വന്നു. അപ്പോൾ 9 ഇൻറ്റു 2 ആണ് 18, 0 വന്നു. ഇനി നമുക്ക് 4,690 ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്യാലോ. 2 ഇൻറ്റു 2 ആണ് 4. ഇവിടെ 3 ഇൻറ്റു 2 6 വന്നു, 4 ഇൻറ്റു 2 8 വന്നു, 10 ആണ്, 5 വന്നു, 345. ഇവിടെ ഒരു 345 ഉണ്ട്, ഇവിടെ ഒരു 345 തമ്മിൽ കട്ടായിപ്പോയി. ഇനി ഇവിടെ നോക്കുക, n ഇൻറ്റു ഇവിടെ 2/10 ഉണ്ട്, = ഇവിടെ 1 ആണ്. ഇതിൽ നിന്ന് n എന്ന് പറയുന്നത് n = ഈ 2/10 ഇവിടോട്ട് വരുമ്പോൾ 10/2 ആയി. ഇത് എത്രയാണ്? 5 അല്ലേ, 5 ഇൻറ്റു 2 ആണ് 10. അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് 5 ആണ്. അപ്പം 5 വർഷം കൊണ്ടാണ് 3,450 രൂപ 4,830 ആയി മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. ഇതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, 3,450ന്റെ 8% എത്രയും നോക്കുക. 8% ഇവിടെ 0 0 ക്യാൻസലായി. 8 ഇൻറ്റു 5 40 ആണ്, 4 ആണ് റിമൈൻഡർ. 8 ഇൻറ്റു 4 32, 32 പ്ലസ് 4 വരുമ്പോഴത്തേക്ക് 36 വന്നു, 3 ഉണ്ട് റിമൈൻഡർ. 8 ഇൻറ്റു 3 24, 24 പ്ലസ് 3 27. ഡിവൈഡ് ബൈ 10 ഇല്ലേ, അപ്പം 0 ക്യാൻസലായി, 276. അതായത് 3,450 രൂപയ്ക്ക് ഒരു വർഷത്തെ പലിശ എന്ന് പറഞ്ഞാൽ 276 രൂപയാണ്. ഈ 276 രൂപ എത്ര വർഷം ചേർന്നാലാണ് 1,380 ആവുക? 1,380നെ 276 ഡിവൈഡ് ചെയ്താൽ മതി, നമുക്കിവിടെ കിട്ടുക 5 ആണ്. അപ്പോൾ ഈ രീതിയിലും കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5 വർഷം. 11th one. If February 6, 2016 falls on a Saturday, what day will be March 15, 2016? Option A Monday, option B Tuesday, option C Sunday, option D Friday. ഇവിടെ പറഞ്ഞ 2016 ഫെബ്രുവരി 6 എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണെങ്കിൽ 2016 മാർച്ച് 15 ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ഫെബ്രുവരി ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നോക്കണമെങ്കിൽ പറഞ്ഞിരിക്കുന്ന വർഷം ലീപ്പ് ഇയർ ആണോ അതിവർഷമാണോ എന്ന് 2016. അപ്പോൾ അത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഈ 2016 എന്നുള്ള വർഷത്തെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 4 20, 0, 4 ഇൻറ്റു 4 16, റിമൈൻഡർ 0 ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ശിഷ്ടം 0 വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇവിടെ 0 ആയതുകൊണ്ട് തന്നെ പറയും ഇത് ലീപ്പ് ഇയർ ആണ്, ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കലണ്ടറിൽ 1-8 ഒരു മാസത്തിൽ 1, 8, 15, 22, 29 ഈ ദിവസങ്ങളെല്ലാം തന്നെ സെയിം ഡേ ആയിരിക്കും. അതിൻ്റെ റീസൺ
ആഴ്ചയിൽ 7 ദിവസമാണ് ഇവിടെ എല്ലാം തന്നെ പ്ലസ് ആഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ്. 1, 8, 15, 22, 29. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6-ാം തീയതി ശനിയാഴ്ച. അങ്ങനെയാണെങ്കിൽ 8-ാം തീയതി കാണാമല്ലോ, 7, 8. ഇത് ശനിയാണെങ്കിൽ ഞായർ, ഇത് തിങ്കൾ വരും, മൺഡേ ആയിരിക്കും. അതായത് ഇവിടെ പറയുന്നത് ഫെബ്രുവരി 8 എന്ന് പറയുന്ന തിങ്കളാണ്. ഫെബ്രുവരി 8 തിങ്കളാണെങ്കിൽ അതിവർഷമാണ്. ഫെബ്രുവരി 29 ദിവസമാണ്. ഫെബ്രുവരി 29 എന്ന് പറയുന്നത് എന്തായിരിക്കും? തിങ്കളായിരിക്കും. ഇനി ഫെബ്രുവരി 29 കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ദിവസം എന്താണ്? മാർച്ച് 1. മാർച്ച് 1 തിങ്കൾ കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ട്യൂസ്ഡേ, ചൊവ്വാഴ്ച ആയിരിക്കും. അപ്പൊ മാർച്ച് 1 ചൊവ്വയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന 15ആണ്. 1-ാം തീയതി ചൊവ്വാഴ്ച ആണെങ്കിൽ 15-ാം തീയതിയും ചൊവ്വാഴ്ച ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ട്യൂസ്ഡേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ 10th term of the arithmetic progression 32, 57, 82, etc. ഓപ്ഷൻ എ 255, ഓപ്ഷൻ ബി 258, ഓപ്ഷൻ സി 257, ഓപ്ഷൻ ഡി 260. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് 32, 55, 82. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. സമാന്തര ശ്രേണിന്റെ കോമൺ ഡിഫറൻസ് കാണാലോ. 57 മൈനസ് 32 ഇവിടെ എത്ര വരും? 25. ഇനി 82 മൈനസ് 57 ചെയ്താൽ ഇവിടെ എന്തായിരിക്കും? 25. ഇതാണ് കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇവിടെ 10ാമത്തെ ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ടേം? Tn is equal to a plus n minus 1 into d ആണ് ഇക്വേഷൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 10ാമത്തെ ടേം ആണ് കണ്ടെത്താൻ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രേണിയിലെ ആദ്യത്തെ പദം 32 പ്ലസ് n മൈനസ് 1. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ പദമാണുള്ളത്? 10ാമത്തെ പദമാണ്. അപ്പം 10 മൈനസ് 1 എത്ര വരും? 9. 9 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഡിഫറൻസ് ആണ് 25 വന്നു. അപ്പോൾ ആദ്യം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ 32 പ്ലസ് ഇവിടെ എത്ര വരും? 9 ഇൻറ്റു 5 45 ആണ്. 4 റിമൈൻഡർ വന്നു. 9 ഇൻറ്റു 2 18 ആണ്. 18 പ്ലസ് 4 22 വന്നു. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 5 പ്ലസ് 2 7 വന്നു. 3 പ്ലസ് 2 5 വന്നു 2. അപ്പോൾ ഈ ഒരു ശ്രേണിയിലെ 10ാമത്തെ പദം 287 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇതിനകത്ത് 10ാമത്തെ പദമായതുകൊണ്ട് ഇക്വേഷൻ ഇനി ഓർക്കുന്നില്ലെങ്കിൽ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. 25 കൂട്ടി 10ാമത്തെ പദം കണ്ടെത്താം. പക്ഷെ ഇതിലും വലിയൊരു ടേം ആണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് 50ാമത്തെ പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ഓർത്തിരിക്കണം. 13ാമത്തെ ക്വസ്റ്റ്യൻ 9, 28, 65, 126, 217. അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 344, ഓപ്ഷൻ ബി 343, ഓപ്ഷൻ സി 342, ഓപ്ഷൻ ഡി 386. അപ്പോൾ നമ്മളിങ്ങനെ സീക്വൻസിന്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് നോക്കും, കുറച്ച് നോക്കും, ഡിവൈഡ് ചെയ്ത് നോക്കും, റിലേഷൻ കണ്ടെത്താൻ വേണ്ടി. ഇനി അതല്ലെങ്കിൽ കാണാവുന്ന റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ക്യൂബ്സ് ആയിട്ടുള്ള റിലേഷൻ. അപ്പോൾ ഈ നമ്പേഴ്സ് നോക്കുക. 9, 28, 65, 126, 217. അപ്പോൾ ഇതുമായിട്ട് നമുക്ക് നോക്കാവുന്ന നമ്പേഴ്സ് 216, 125, 64, 27, 8. ഈ നമ്പേഴ്സ് ഒക്കെ നമുക്ക് പരിചയമുള്ളതല്ലേ? 216 6ന്റെ ക്യൂബാണ്. 125 5ന്റെ ക്യൂബാണ്. 64 4ന്റെ ക്യൂബ്. 27 3ന്റെ ക്യൂബ് 2ന്റെ ക്യൂബാണ് 8. അപ്പോൾ ഈ നമ്പേഴ്സിനോടെല്ലാം തന്നെ ഇതിനോട് ഒന്ന് ആഡ് ചെയ്തതാണ് 9, 27നോട് ഒന്ന് ആഡ് ചെയ്താണ് 28, ഇതിനോട് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ 64 പ്ലസ് 1 65. അപ്പോൾ ഇവിടെയും +1 ഇവിടെയും +1. നമുക്ക് റിലേഷൻ കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ നോക്കുക 6 ക്യൂബ്. ഇവിടെ 2 3 4 5 6 6 ക്യൂബ് പ്ലസ് 1 വന്നു. അപ്പം നെക്സ്റ്റ് ഇനി എന്തായിരിക്കും വരേണ്ടത്? 7 ക്യൂബ് പ്ലസ് 1. 7ന്റെ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇൻറ്റു 7 ഇൻറ്റു 7. 7 ഇൻറ്റു 7 49, 49 ഇൻറ്റു 7 343 ആണ്. അതിനോടുകൂടി ഒന്നുകൂടി ആഡ് ചെയ്താൽ 344. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടെ വരേണ്ടത് 344 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 14 x cube into y raised to 4 into z raised to 7 divided by x raised to 9 into y cube into z raised to 9. ഇതിന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ xyz, ഓപ്ഷൻ ബി y divided by x raised to 6 into z raised to 2. ഓപ്ഷൻ സി y divided by x z square. ഓപ്ഷൻ ഡി xy divided by z square. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം 2 raised to 5 divided by 2 raised to 3. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിന്റെ രണ്ടിന്റെയും അംശത്തിലും ചേർത്തിലുമുള്ള ബേസ് സെയിം ആണ് 2. ഇതിന്റെ എക്സ്പൊണന്റ് ആണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്. നമുക്കറിയാം a raised to m divided by a raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a raised to m minus n ആണെന്ന് അറിയാം. അതനുസരിച്ച് ഇവിടെ എന്ത് വരും? 2 raised to 5ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 2 വരും. 2 raised to 2 എന്ന് വരും. ഇനി ഞാൻ നേരെ തിരിച്ചെഴുതിയിരിക്കുകയാണ് 2 raised to 3 divided by 2 raised to 5. ഇവിടെ എന്ത് വരും? 2 raised to 3 minus 5 വരും. ഇതിന്റെ വാല്യൂ 2 raised to minus 2 ആയിരിക്കും. 2 raised to minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 divided by 2 raised to 2 ആണ്.
അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ബേസ് സെയിം ആണ്, എക്സ്പോണന്റ് ഡിഫറെന്റ് ആണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ബേസ് അതുപോലെ എഴുതി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു. ഇവിടെ അംശത്തിലാണ് 5 ആണ് വലുത്, അതുകൊണ്ട് തന്നെ ഇവിടെ പോസിറ്റീവ് നമ്പർ ആണ്. ഇവിടെ ഛേദത്തിലുള്ള എക്സ്പോണന്റ് ആണ് വലുത്, അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു 1 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ വന്നു. ഇതാണ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാം. ഫസ്റ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ എക്സ് റേസ് ടു 3 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 9 നോക്കുവാണെങ്കിൽ എന്ത് വരും? എക്സ് 3യും 9ൽ 9 ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ എക്സിന്റെ ഭാഗം താഴെയാണ് വരിക. 9ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 6 വന്നു. എക്സ് റേസ് ടു 6 വന്നു. വൈയുടെ കേസ് നോക്കാം. വൈ റേസ് ടു 4, വൈ റേസ് ടു 3. അപ്പൊ ഇവിടെ വൈ റേസ് ടു 4 ആണ് വലുത്, അതുകൊണ്ട് തന്നെ മുകളിൽ വരും. 4ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 1 വന്നു. ഇനി ഇസഡിന്റെ കേസ് നോക്കാം. 7ഉം 9ഉം 9 ആണ് വലുത്, അപ്പം താഴെ വരും ഇസഡ്. 9ൽ നിന്ന് 7 മൈനസ് ചെയ്ത് എത്ര വരും? 2. ഇവിടുത്തെ ആൻസർ വൈ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ വൈ തന്നെയാണ്. വൈ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 6 ഇസഡ് സ്ക്വയർ. ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. 15th question. 4 boys or 6 girls can reap a field in 78 days. How long will 7 boys and 9 girls take to reap? Option A 15 days, option B 18 days, option C 20 days, option D 24 days. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 4 ബോയ്സ്, 4 ആൺകുട്ടികളോ 6 പെൺകുട്ടികളോ ഇതിലേതെങ്കിലും ഒരു കാറ്റഗറി ഇവിടെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി 78 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ആ സെയിം വർക്കിന് വേണ്ടി 7 ആണുങ്ങളും 9 പെൺകുട്ടികളും ഇവർ ചേർന്നാണെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ പറ്റും. ABX ഡിവൈഡ് ബൈ AN പ്ലസ് BM. അപ്പൊ ഇവിടുത്തെ A എന്ന് പറയുന്നത് ഇതാണ് A, ഇത് B, ഇതാണ് X, ഇത് M ആണ്, ഇത് A. ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. A ഇൻറ്റു B ഇൻറ്റു X, അതായത് ഇവിടെ 4 ഇൻറ്റു 6 ഇൻറ്റു 78, A ഇൻറ്റു B ഇൻറ്റു X വന്നു. ഇനി A ഇൻറ്റു N, A ഇൻറ്റു N എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബോയ്സ് ഇവിടുത്തെ ഗേൾസ്. 9 ഇൻറ്റു 4 36 വന്നു, 36 പ്ലസ് B ഇൻറ്റു M, B ഇൻറ്റു M 6 ഇൻറ്റു 7 വന്നു, 42 വന്നു. ഇവിടെ നോക്കുക, 4 ഇൻറ്റു 6 ഇൻറ്റു 78 ഡിവൈഡ് ബൈ 36 പ്ലസ് 42 എത്രയാണ്? 78 തന്നെയാണ്. അപ്പൊ 78 എടുത്തിട്ടും ക്യാൻസലായ 6 ഇൻറ്റു 4 24. അപ്പൊ ഇവിടെ പറയുന്നത് ഈ വയല് കൊയ്യാനായിട്ട് 7 ബോയ്സ്, 7 ആൺകുട്ടികളും 9 പെൺകുട്ടികളും കൂടി ചേർന്നാണെങ്കിൽ 24 ദിവസം എടുക്കത്തുള്ളൂ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ ക്വസ്റ്റിന്റെ ലോജിക് ഒന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 4 ബോയ്സ് അല്ലെങ്കിൽ 6 ഗേൾസ് ഇതിലേതെങ്കിലും ഒരു കാറ്റഗറി വർക്ക് ചെയ്താലാണ് 78 ദിവസം കൊണ്ട് തീർക്കുക. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം 4 ബോയ്സിന്റെ വർക്കിന് ഈക്വൽ ആണ് 6 ഗേൾസിന്റെ വർക്ക്. ഇതിൽ നിന്ന് ഞാൻ ഒരു ഗേളിന്റെ വർക്ക് എന്ന് പറയുന്നത് 4, ഈ 6 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ 6 ആയി, ഇത്രയും ബോയ്സ് ഞാൻ കട്ട് ചെയ്യുവാണ്. 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 2 6. അതായത് ഒരു ഗേളിന്റെ വർക്ക് എന്ന് പറയുന്നത് 2/3 ബോയ്സിന്റെ വർക്കിന് ഈക്വൽ ആണ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 7 ബോയ്സിന്റെയും 9 ഗേൾസിന്റെയും. അപ്പോൾ 9 ഗേൾസ് എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു ഒരു ഗേളിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 3 ബോയ്സിന്റെ വർക്കിനോട് ഈക്വൽ ആണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് 9 ഇൻറ്റു 2/3 ബോയ്സിനോട് ഈക്വൽ ആണ്. അപ്പൊ ഈ ഒരു ഭാഗം നോക്കുവാണെങ്കിൽ, ഈ ഒരു പദം നോക്കുവാണെങ്കിൽ 3 ഇൻറ്റു 3 ആണ് 9, 3 ഇൻറ്റു 2 6 വന്നു. അപ്പം 7 ബോയ്സ് പ്ലസ് 3 ഇൻറ്റു 2 6 ബോയ്സ്. ഇത് ടോട്ടൽ എത്ര വരും? 13 ബോയ്സ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത്, ഇവിടെ നമ്മൾ ഒരു ഗേൾ എന്ന് പറയുന്നത് 2/3 ബോയ്സിന്റെ വർക്കിനോട് ഈക്വൽ ആണെന്ന് കണ്ടെത്തി. 7 ബോയ്സും 9 ഗേൾസും കൂടി വർക്ക് ചെയ്താലാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ 9 ഗേൾസ് എന്ന് പറയുന്നത് 9 ഇൻറ്റു 2/3 ബോയ്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് 13 ബോയ്സിന്റെ വർക്ക് അവര് വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് കണ്ടെത്തേണ്ടത്. ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4 ബോയ്സ് വർക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും? 78 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ബോയ് തന്നെ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ എത്ര ദിവസമാണെന്ന് കണ്ടെത്താൻ വേണ്ടി 78 ഇൻറ്റു 4 ചെയ്യണം. അതായത് 4 പേരുണ്ടെങ്കിൽ 78 ദിവസം കൊണ്ട് തീരും. ഇതിൽ ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ കൂടുതൽ ദിവസം എടുക്കത്തില്ലേ? 78 ഇൻറ്റു 4. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 13 ബോയ്സിന്റെ വർക്കാണ്. അപ്പൊ ഇവിടെ ഒരു ബോയ് ഒറ്റയ്ക്ക് ചെയ്യുവാൻ ഇത്രയും ദിവസം എടുക്കും. 13 ബോയ്സ് വന്നെന്ന് പറഞ്ഞാൽ ഇതിലും കുറവ് ദിവസം കൊണ്ട് തീർക്കത്തില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി 78 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 13 ചെയ്താൽ മതി. അപ്പൊ 13 ഇൻറ്റു 6 ആണ് 78, 6 ഇൻറ്റു 4 24. 24 ഡേയ്സ് ആണ് ആൻസർ. ഇവിടെ നമ്മൾ 2 മെത്തേഡാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏതാണ് ഈസി ഫോളോ ചെയ്യാൻ ഈസി അത് ഫോളോ ചെയ്യുക. 16th one. A man walks 6 kilometers towards south and then he turns right and moves 6 kilometers further. He then turns right and walks 14 kilometers. How far is he from the starting point?
ഓപ്ഷൻ എ 6 കിലോമീറ്റർ, ഓപ്ഷൻ ബി 8 കിലോമീറ്റർ, ഓപ്ഷൻ സി 10 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 20 കിലോമീറ്റേഴ്സ്. ഇവിടെ നമുക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഈ ഡയറക്ഷൻസ് അറിയണം. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് എ മാൻ വാക്സ് 6 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുക, ഇവിടുന്ന് സൗത്തിലേക്ക് 6 കിലോമീറ്റർ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി ദെൻ ഹി ടേൺസ് റൈറ്റ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുന്നയാളുടെ ലെഫ്റ്റ് ചെയ്ത് റൈറ്റിലേക്കാണ് പോയത്, അതുകൊണ്ട് തന്നെ ഈ ഡയറക്ഷനിൽ വന്നു 6 കിലോമീറ്റർ, ഇങ്ങോട്ടും 6 കിലോമീറ്റർ വന്നു. ഇനി നോക്കുക, ഹി ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 14 കിലോമീറ്റർ. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നിൽക്കുന്ന ആളുടെ റൈറ്റ് ഇത് ലെഫ്റ്റ് ഇത്. അപ്പോൾ 14 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് 14 കിലോമീറ്റർ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനി ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, എൻഡ് പോയിന്റ് ഇതാണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാക്കുകയാണ്, മട്ടത്രികോണം. അപ്പോൾ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ 6 ഈക്വൽ ആണ്. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇത് ടോട്ടല് 14, 14 ഇവിടെ വരെയുള്ള ലെങ്ത് 6 മൈനസ് ചെയ്ത് എത്ര വരും? 8 വരും. 8 + 6 ആണ് 14. ഇത് 8 ഇത് 6 ആണെങ്കിൽ ഇത് എപ്പോഴും നമുക്കറിയാം 10 ആയിരിക്കും ആൻസർ. അതെങ്ങനെയാണ്? പൈതഗോറസ് തിയറമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 8ന്റെ സ്ക്വയർ 64 പ്ലസ് 6ന്റെ സ്ക്വയർ 36 വന്നു. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 100 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വന്നു. ഈ ഡിസ്റ്റൻസ് 10 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 17th one. The area of a rectangle is 400 cm square, which is equal to 25% of the area of a square. What is the side of the square? Option A 60 cm, option B 40 cm, option C 25 cm, option D 20 cm. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ 400 സെന്റിമീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് ഒരു സ്ക്വയറിന്റെ ഏരിയയുടെ 25%-ന് ഈക്വൽ ആണ്, 25% ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സ്ക്വയർ എന്ന് വെക്കുക. ഞാൻ അതിനെ 4 ആയിട്ട് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അത് നമുക്കറിയാം ഈ ഒരു ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനോടുള്ളതാണ്. ഇത് 25% ആണ്, ഇത് 25% ആണ്, ഇത് 25% ആണ്, ഇത് 25% ആണ്. അങ്ങനെയാണെങ്കിൽ 25, 50, 75, 100 ആവുക. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയയുടെ 25% എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏരിയ, ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ. അത് എത്രയാണ്? 400. ഇത് 400 ആണെങ്കിൽ ഇതും 400 ആയിരിക്കും, ഇതും 400, ഇതും 400. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ എന്തായിരിക്കും? 400, 800, 1200, 1600. അപ്പോൾ 1600 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏരിയ. ഇനി ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ സൈഡ് ഇൻറ്റു സൈഡ് ആണ്. അപ്പോൾ ഇത് എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ, അതായത് എ സ്ക്വയർ ആണ് 1600. ഇത് 40ഉം ഇത് 40ഉം ആയാലല്ലേ ഇത് 1600 ആകത്തുള്ളൂ. 4 × 4 16 വരും. ഇവിടെ 0 0 വന്ന് 1600 വരും. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സ്ക്വയറിന്റെ സൈഡ് ആണ്, സൈഡ് 40 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. യൂഷ്വൽ മെത്തേഡ് നോക്കുവാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ തന്നിട്ടുണ്ട്, അത് 400 ആണ്. ഈ 400 എന്ന് പറയുന്നത് ഒരു സ്ക്വയറിന്റെ ഏരിയയുടെ, സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ, എ ഇൻറ്റു എ, സൈഡ് ഇൻറ്റു സൈഡ് ആണ് എ സ്ക്വയർ. അതിന്റെ 25%, അതിന്റെ 25% 25/100. 25/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/4 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം എ സ്ക്വയർ ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ 400 ആണെങ്കിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് 400 × 4 വരും. ഇവിടുത്തെ 4 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൾട്ടിപ്ലിക്കേഷൻ ആകും. 4 × 4 16 വന്നു, 1600. അപ്പം എ സ്ക്വയർ 1600 എന്ന് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1600 കണ്ടെത്തിയാൽ പോലെ എ കണ്ടെത്താൻ വേണ്ടി. അപ്പം ഇവിടുത്തെ വശത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ ഈ 1600 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 4ന്റെ സ്ക്വയർ ആണ് 12 എന്ന് പറയുന്നത്. അപ്പം തന്നെ 10ന്റെ സ്ക്വയർ ആണ് 100 എന്ന് പറയുന്നത്. 4 × 10 40 വന്നു. ഈ രീതിയിലും കണ്ടെത്താം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 40 സെന്റിമീറ്റർ. 18th ക്വസ്റ്റ്യൻ നോക്കാം. A 300-meter long train crosses a 40-meter platform in 9 seconds. What is the speed of the train in km/h? Option A 163, option B 135, option C 130, option D 136. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു ട്രെയിനിന്റെ ലെങ്ത് 300 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി പ്ലാറ്റ്ഫോം ആണ് കവർ ചെയ്യേണ്ടത്. പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 40 മീറ്റർ തന്നിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യുന്ന ടൈം 9 സെക്കൻഡ് ആണ്. അപ്പം നമുക്കറിയാം ഒരു ട്രെയിൻ ഈ പ്ലാറ്റ്ഫോം കവർ ചെയ്യുക എന്ന് പറയുമ്പം ട്രെയിൻ ഇതുവഴി കടന്ന് ട്രെയിനിന്റെ ഫുൾ ബോഡിയും ഇത് കവർ ചെയ്ത് പോകണം. അപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തിന്റെ കൂടി ട്രെയിനിന്റെ ബോഡിയുടെ ലെങ്ത് കൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് സ്പീഡ് കാണാൻ വേണ്ടി ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് ഇക്വേഷൻ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 300 + 40 340 വരും. 340 ഡിവൈഡ് ബൈ ഇവിടുത്തെ ടൈം എത്രയാണ്? 9. ഇത് മീറ്ററിലാണ്, ഇത് സെക്കൻഡിലാണ്, മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ യൂണിറ്റ്. നമുക്ക് വേണ്ടത് എന്താണ്? km/h.
മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ വേണ്ടി 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് നേരെ തിരിച്ചാണ്, അതായത് കിലോമീറ്ററിൽ നിന്ന് മീറ്ററിലോട്ടാണ്. വലുതിൽ നിന്ന് ചെറുതിലോട്ടാണെങ്കിൽ 5/18, 5 ആണ്, ചെറുതാണ് മുന്നേ വരിക. ഇവിടെ നോക്കാം, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ വേണ്ടി 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നോക്കുക, 9 × 2 18 വന്നു. 340നെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 6 × 5 40, 6 × 5 30 വന്നു. ഇനി 40 ആണ്, 68 വന്നു. 68 × 2 എന്ന് പറയുമ്പം 8 + 8, 8 × 2 16 വന്നു. 6 × 2 12 വന്നു, 13 വന്നു, 136. അപ്പോൾ 136 ആണ് ഇവിടുത്തെ ആൻസർ, ഓപ്ഷൻ ഡി. 19th question. A certain sum is to be divided among x, y and z in the ratio 6:5:6. If the share of y and z together is ₹300 more than that of x share, then find the z share. Option A 360, option B 300, option C 320, option D 340. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എക്സ് വൈ ഇസഡ് ഇവർ 3 പേർക്ക് ഒരു കുറച്ച് എമൗണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യോ തന്നിട്ടുണ്ട്. 6:5:6 ആണ്. അപ്പം നമ്മൾ റേഷ്യോ കിട്ടിയാൽ നമ്മൾ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 10, 20 എന്നുള്ള 2 തുകയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 10 കൊണ്ട് കട്ട് ചെയ്ത് എന്തായിരിക്കും, 1:2 ആയിരിക്കും. അപ്പോൾ 1:2 എന്നുള്ളത് ഈ 10 എന്ന് പറഞ്ഞ കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 10 20 ആയിട്ട് കിട്ടുക. ഈ വന്നിരിക്കുന്ന 10ന് പകരമാണ് നമ്മുടെ പി എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 × p 6p, 5p 6p, ഇതാണ് ഓരോരുത്തരുടെയും ഷെയർ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇഫ് ദ ഷെയർ ഓഫ് വൈ ആൻഡ് ഇസഡ്, വൈയുടെയും ഇസഡിന്റെയും ഷെയർ ടുഗദർ ഇത് രണ്ടുപേരുടെയും കൂടെയുള്ള ഷെയർ 300 മോർ ദാൻ എക്സിന്റെ ഷെയറിനേക്കാളും 300 കൂടുതലാണെന്ന് ഇതൊരു റിലേഷൻ തന്നിരിക്കുകയാണ്. റിലേഷനിലേക്ക് ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വൈയുടെ വാല്യൂ 5p ആണ്, 5p പ്ലസ് ഇസഡിന്റെ കേസിൽ 6p വന്നു. എക്സിന്റെ കേസിൽ 6p ആണ്, 6p പ്ലസ് 300 എന്ന് വന്നു. ഇത് സോൾവ് ചെയ്ത് പിയുടെ വാല്യൂ കണ്ടെത്തണം. ഇവിടെ നോക്കിയേ, ഈ 6p ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ്, -6p ആകും. അതായത് ഇത് +6p ആണ്, ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും -6p ആയി. ഇതൊന്നും ക്യാൻസൽ ആയി പോകത്തില്ലേ. ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ 5p = 300 ആണ്. പിയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടെത്തുക, 300/5 ചെയ്താൽ മതി. 6 × 5 ആണ് 30 എന്നറിയാം. അപ്പോൾ 60 × 5 ആയിരിക്കും 300. പിയുടെ വാല്യൂ കിട്ടി. ഈ പിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എക്സിന്റെ ആണെങ്കിലും വൈയുടെ ആണെങ്കിലും ഇസഡിന്റെ ആണെങ്കിലും വാല്യൂ നമുക്ക് കണ്ടെത്താൻ മതിയുള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇസഡിന്റെ കേസാണ്. 6 × p, 6 × 60 വന്നു. 6 × 6 36 വന്നു, 0 360. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, 360. 20th ക്വസ്റ്റ്യൻ നോക്കാം. The time shown in a clock is 4 o'clock. What is its reflection shown in a mirror? Option A 6 o'clock, option B 7 o'clock, option C 8 o'clock, option D 5 o'clock. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് 4 മണിയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മിറർ ഇമേജ് കാണിക്കുന്ന ടൈം എത്രയെന്നാണ്. അപ്പം നമുക്കറിയാം 4 മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 4ലും മിനിറ്റ് സൂചി 12ലുമാണ്. ഇതിന്റെ മിറർ ഇമേജ് എടുക്കുമ്പോഴത്തേക്കും മണിക്കൂർ സൂചിക്ക് വ്യത്യാസമൊന്നുമില്ല. മിനിറ്റ് സൂചി കാണുക 6 കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ട് 4 പോലെ, 6 കഴിഞ്ഞിട്ട് 7 കഴിഞ്ഞിട്ട് 8ലോട്ടായിരിക്കും. ഇവിടുത്തെ ടൈം എന്തായിരിക്കും, 8 മണി. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതല്ലെങ്കിൽ 12ൽ 4 മൈനസ് ചെയ്താൽ മതി, 8 എന്ന് കിട്ടും. നമ്മൾ 20 മാത്സ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.